ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു Q&A വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഓക്കെ. നമ്മൾ ലാസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കമൻറ്റ്സ് നോക്കി അതിനുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യത്തെ കമൻറ്റിലേക്ക് പോകാം. ഞാനിവിടെ കമൻറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് പറയുന്നില്ല, ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ സൈഡിലായിട്ട് കൊടുത്തേക്കാം. ഫേവറേറ്റ് സാഗ ഇൻ വൺ പീസ് എൻ്റെ ഫേവറേറ്റ് സാഗ എപ്പോഴും വാനോ ആർക്കാണ്. കാരണം വാനോ കുറച്ച് സ്പെഷ്യലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഫേവറേറ്റ് സീ ഫൈറ്റർ ഫ്യൂച്ചർ ട്രങ്ക്സ് ആണ്. ബ്രോ പ്ലീസ് മേക്ക് എ വീഡിയോ ഓൺ അറ്റാക്ക് ഓൺ ടൈറ്റനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. അതായത് ഇപ്പോൾ അറ്റാക്ക് ഓൺ ടൈറ്റനെ കുറിച്ചുള്ളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് പിന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തത്. ബ്രോയുടെ ഫേവറേറ്റ് ആനിമി? എൻ്റെ ഫേവറേറ്റ് ആനിമി ഡ്രാഗൺ ബോൾ സി ആണ്. കാരണം പ്രത്യേകിച്ച് അതിൻ്റെ സ്റ്റോറിയും അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതായത് ആ ഒരു സീരീസ് നല്ല രീതിയിൽ ഇൻസ്പയർ ആയതുകൊണ്ട് മാത്രമാണ്. ബ്രോ പ്ലീസ് അപ്ലോഡ് ഡ്രാഗൺ ബോൾ AFൻ്റെ പാർട്ട് 10 ആണ് ചോദിക്കുന്നത്. നമുക്ക് അതെന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്, കാരണം കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയി. നമുക്ക് നോക്കാം, അത് സെറ്റ് ചെയ്യാം. ഡ്രാഗൺ ബോൾ കാണാനുള്ള ഒരു ഓർഡർ പറഞ്ഞു തരുമോ? DBS മൂവിയോ? ഡ്രാഗൺ ബോൾ കാണാനുള്ള ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഡ്രാഗൺ ബോൾ ക്ലാസിക് കാണും, അതായത് ആ ഒരു കിഡ് ഗോക്കു അല്ലെങ്കിൽ OG ഡ്രാഗൺ ബോൾ എന്ന് പറയുന്നത് അത് കാണുക. അതിനുശേഷം ഡ്രാഗൺ ബോൾ സി കാണാം. ഡ്രാഗൺ ബോൾ സി എന്ന് പറയുമ്പോൾ ഡ്രാഗൺ ബോൾ സിയും ഉണ്ട്, സി കായും ഉണ്ട്. അപ്പോൾ സി കായാണ് കുറച്ചും കൂടി ബെറ്റർ, കാരണം അതിൽ ആനിമേഷനൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലർ എപ്പിസോഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഡ്രാഗൺ ബോൾ സീക്കായി ആണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതിനുശേഷം ഡ്രാഗൺ ബോൾ ഡൈമ കാണാം. പിന്നെ ഡ്രാഗൺ ബോൾ ഡൈമയ്ക്ക് ശേഷം നമുക്കറിയാം ഇപ്പോൾ ഡ്രാഗൺ ബോൾ സൂപ്പർ മൊത്തത്തിലൊന്ന് റീമേക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നത് ഓൾറെഡി ഇറങ്ങിയ ഡ്രാഗൺ ബോൾ മൂവിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് വരിക. അതുകൊണ്ട് ഡ്രാഗൺ ബോൾ സൂപ്പർ റീമേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി ഇറങ്ങിയ ഡ്രാഗൺ ബോൾ സൂപ്പർ കാണേണ്ട ആവശ്യമില്ല. അതായത് ഡ്രാഗൺ ബോൾ കാണാത്ത ആൾക്കാരോടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി റിയൽ നെയിം എന്താ? എൻ്റെ പേര് അഭയ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്രോ നറൂട്ടോ വാസസ് ഗോക്കു വാസസ് ലൂഫി എന്നിവരൊക്കെ ഫൈറ്റ് ചെയ്താൽ ആര് വിൻ ചെയ്യും? സത്യം പറഞ്ഞാൽ ഇതിൽ ഗോകുവിനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഗോകു തന്നെ ജയിക്കും. കാരണം ഈ ഡ്രാഗൺ ബോൾ, നറൂട്ടോ, വൺ പീസ് ഈ ആനിമയിൽ ഡ്രാഗൺ ബോളിൻ്റെ ഈ ഒരു ക്യാരക്ടേഴ്സും അതിൻ്റെ പവേഴ്സും പരിപാടികളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഗോകുവിൻ്റെ ജസ്റ്റ് ബേസ് ഫോമിൽ തന്നെ ഒരു പ്ലാനറ്റിനോ അല്ലെങ്കിൽ ഒരു മൂണിനെയോ ഈസി ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു വൺ പീസിലെ ലൂഫി അല്ലെങ്കിൽ നറൂട്ടോ ഇവരെയൊക്കെ ഫൈനൽ ഫോം എടുത്താൽ പോലും ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ഐലൻഡ് ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുമെങ്കിലും ഒരു പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു പവേഴ്സും കാര്യങ്ങളൊന്നും ഇവർക്കില്ല. അപ്പോൾ ഗോകു അങ്ങനെയല്ല. ഗോകുവിൻ്റെ ആ ഒരു ഡ്രാഗൺ ബോളിലെ സെറ്റപ്പും കുറച്ച് വ്യത്യാസമാണ്. അതുകൊണ്ട് ഗോകുവിനെ ഇതിൽ ആഡ് ചെയ്യുന്നത് തന്നെ ഒരു മണ്ടത്തരാണ്. പക്ഷെ നറൂട്ടോ വാസസ് ലൂഫി പേഴ്സണലായിട്ട് പറഞ്ഞാൽ ലൂഫി ആയിരിക്കും കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ലൂഫിയാണ് തോന്നുന്നത്. നറൂട്ടോയും മോശമല്ല, പക്ഷെ ലൂഫിയുടെ മുഴുവൻ പവർ ഇനിയും പുറത്തു വരാനുണ്ടത്രേ. ഇനി നമുക്ക് നെക്സ്റ്റ് കമൻറ്റ്. ഓക്കെ, ഗോജോ സാത്തുറയുടെ വീഡിയോ ചെയ്യാനാണ്. ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് ഗോജോയെ പറ്റി. അതായത് JJK കോണ്ടൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇതുപോലെ തന്നെ JJK റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യേണ്ടി വരും. പിന്നെ JJK എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ആനിമയാണ്. സംഭവം അടിപൊളിയാണ്, നല്ല ആനിമേഷനും എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും അത്ര താല്പര്യമില്ലാത്തൊരു ആനിമയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഗോജോയുടെ ഫ്യൂച്ചറിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഞാൻ JJKയുടെ മാങ്ക വായിച്ചിട്ടില്ല. ഓക്കെ,
നെക്സ്റ്റ് കമൻറ്റ്, ചേട്ടാ നറൂട്ടോ ക്ലാസിക്കും ഷിപ്പുഡനും പിന്നെ ബൊറൂട്ടോയെക്കുറിച്ച് ബൊറൂട്ടോയെക്കുറിച്ച് പറയാമോ? ഏതാ നല്ലത് എന്നായിരിക്കും. ക്ലാസിക്കും ഷിപ്പുഡനും അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. ബൊറൂട്ടോ എത്തിയപ്പോൾ കുറച്ച് ഷോക്കായി, പക്ഷേ ബൊറൂട്ടോ മാങ്ക അടിപൊളിയാണ്. ബൊറൂട്ടോ നിങ്ങൾ മാങ്ക വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം, മസ്റ്റായിട്ടും വായിക്കേണ്ട ഒന്നാണ്. പിന്നെ വന്ന കമൻറ്റ് തന്നെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, അതായത് ഫേവറേറ്റ് ആനിമി ഏതാണ്, പേരെന്താണെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റ്, ബ്രോ നറൂട്ടോയിൽ നറൂട്ടോ അല്ലാതെ ആരാ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ ഇറ്റാച്ചി ആൻഡ് മിനാട്ടോ രണ്ടുപേരും സ്പെഷ്യലാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ പറയുക, ഒരു കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ ഉള്ളൂ രണ്ട് ക്യാരക്ടേഴ്സിനും, പക്ഷെ രണ്ടുപേരും ചെയ്തു വച്ചത് ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ നാഗട്ടോ ആണോ മിനാട്ടോ ആണോ വലുത്? ഓക്കെ, അടുത്ത കമൻ്റാണ്. മിനാട്ടോ അല്ലേ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളത്? മിനാട്ടോ തന്നെ. നാഗട്ടോ സംഭവം ആ ഒരു റെനിഗണും പെയിനും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും മിനാട്ടോയ്ക്ക് എല്ലാം ഉണ്ട്. ചാക്രയ്ക്ക് ചാക്രയുണ്ട്, റെസെങ്കണുണ്ട്, ഫ്ലൈങ് റീജൻ ഉണ്ട്. അതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ? സേജ് മോഡും. യുവർ വാച്ച്ഡ് വൺ പീസ് കണ്ടിട്ടുണ്ട് ബ്രോ? ഓക്കെ, ഞാൻ ഓരോ കമൻറ്റ് ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പോകുന്നത് കേട്ടോ. ഞാൻ ഓരോ കമൻറ്റും ഞാനിവിടെ സൈഡിൽ കൊടുക്കും. ഒരു കാര്യം, നറൂട്ടോ ആനിമിൽ നറൂട്ടോ ഹൊക്കാഗെ ആവുന്നില്ലല്ലോ, ബൊറൂട്ടോയിലാവുന്നുണ്ടോ? എപ്പിസോഡ് പറയാമോ? എടാ, നറൂട്ടോയുടെ ലാസ്റ്റ് എപ്പിസോഡിലാണോ ലാസ്റ്റ് മൂവിയിലാണോ അറിയില്ല, പുള്ളിക്കാരൻ ഹൊക്കാഗെ ആകുന്നുണ്ട്. പിന്നെ ഹിനാട്ടയായിട്ട് മാരേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബൊറൂട്ടോ മെയിൻ ക്യാരക്ടറായിട്ട് അങ്ങനെ പോകുന്നതും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നറൂട്ടോ മൊത്തം ആ ഒരു മൂവി അടക്കം ജസ്റ്റ് എല്ലാവരും കാണണം. പല ആൾക്കാരും ആ മൂവി കണ്ടിട്ടില്ല. അവസാനത്തെ നറൂട്ടോയുടെ ഒരു മൂവി ഉണ്ട്, അതിലാണ് ആ സാസ്കയുടെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ. ഡ്രാഗൺ ബോൾ, നറൂട്ടോ, വൺ പീസ്, ഡീമൺ സ്ലെയർ, വിച്ച് ഈസ് ബെസ്റ്റ്? എടാ, അങ്ങനെ ഒരു ബെസ്റ്റ് ആനിമി അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പം ഓൾറൗണ്ടറായിട്ട് പറയുന്നതാണെങ്കിൽ വൺ പീസ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ബെസ്റ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രാഗൺ ബോളാണ്. കാരണം ഡ്രാഗൺ ബോൾസിലെ ക്യാരക്ടേഴ്സിൻ്റെ ഫൈറ്റ്സും പിന്നെ ആ ഒരു കാമേഹാമേഹ അതൊക്കെ വേറെ തന്നെ അടിപൊളിയാണ്. പിന്നെ ഒരു നല്ല സ്റ്റോറി, ഒരു സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ നോക്കുന്ന നറൂട്ടോ ഓൾറെഡി ഫിനിഷ് ആയതാണ്. അപ്പോൾ അത് അത്യാവശ്യം അടിപൊളിയാണ്. വൺ പീസ് ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ലല്ലോ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നറൂട്ടോ അടിപൊളിയാണ്. പിന്നെ ബെസ്റ്റ് ആനിമേഷൻ എന്ന് ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഡീമൺ സ്ലെയർ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്, എത്ര വയസ്സുണ്ട്? കണ്ടിട്ട് എത്ര വയസ്സ് നിങ്ങൾക്ക് തോന്നുന്നു? എന്തായാലും കമൻറ്റ് ചെയ്യും, ഞാൻ പറയുന്നില്ല. ബൊറൂട്ടോ സീസൺ 3 എപ്പോൾ കിട്ടും ഇൻ മലയാളം? എടാ, ബൊറൂട്ടോ ഒരൊറ്റ സീസണല്ലേ ആ ഒരു ആനിമേഷൻ ഇറങ്ങിയത്? എനിക്കറിയില്ല ഇനി അത് അതെ. അപ്പോൾ സീസൺ 3 ഇറങ്ങിയില്ലല്ലോ. ഇറങ്ങിയാലല്ലേ പ്രത്യേകിച്ച് മലയാളത്തിൽ സംഭവം ഇറങ്ങിയില്ലല്ലോ. അപ്പോൾ ഇറങ്ങട്ടെ. അപ്പോൾ മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ലടാ, മലയാളത്തിൽ അധികം ആനിമീസ് ചെറിയ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന കുട്ടി ആനിമെ ഫാൻസിന് കാണാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ അധികം ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും വളരെ കുറവാണ്. ഓക്കെ, അടുത്തത് വൺ പീസിലെ ജോയ് ബോയിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആദ്യം നമ്മുടെ സൺ ഗോഡ്, പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു റീഇൻകാർണേഷൻ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലാണ് ജോയ് ബോയ് വരുന്നത്. പിന്നെ ജോയ് ബോയിൻ്റെ അടുത്തൊരു നെക്സ്റ്റ് ഒരു ഇതായിട്ടാണ് ലൂഫി വരുന്നത്. ഇത് മാത്രമേ എനിക്കറിയുള്ളൂ. കാരണം വൺ പീസ് ഞാൻ ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ അറിഞ്ഞ് വരുന്നത്ര കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ ജോയ് ബോയ് എല്ലാം ഇനിയും അതും പോരാത്തതിന് ഇപ്പോൾ ഇനി നെക്സ്റ്റ് മാഗിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോയ് ബോയിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ പിന്നെ ഏതായാലും വരട്ടെ, നമുക്ക് നോക്കാം. പിന്നെ AF
ഡ്രാഗൺ ബോൾ AFനെ കുറിച്ചാണ് ഗൈസ്. അത് നമുക്ക് ചെയ്യാം, അത് കുറച്ചുണ്ട്, ഞാനതിൽ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം അതിൻ്റെ മാങ്ക എൻ്റെ കയ്യിൽ നിന്നും പോയി, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാത്തത്. കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു, അതായത് ഡ്രാഗൺ ബോൾ AF എന്ന ഫാൻ മാങ്ക നമ്മൾ ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാങ്ക എൻ്റെ കയ്യിൽ നിന്നും പോയി. ആ മാങ്ക ഒരുപാട് തപ്പി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നാളായിട്ടത് ഞാൻ വായിക്കാത്തതുകൊണ്ട്, അതായത് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മറന്നുപോയി. അപ്പോൾ ഒന്നും കൂടി എല്ലാം കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫേവററ്റ് ആനിമി ഏതാ? ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡ്രാഗൺ ബോൾ തന്നെ. ബ്രോ മാങ്ക എക്സ്പ്ലനേഷൻ നമ്മൾ ഫാൻ മാങ്കാസ് ചെയ്യുന്നുണ്ട്. മാങ്ക ഇപ്പിനി ഏതാ ഉള്ളത്? ഓൾറെഡി എല്ലാവരും ഇപ്പം അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ആനിമീസിൻ്റെ മാങ്കയൊക്കെ നമ്മുടെ എക്സ്ട്രാ കോമിക്കും അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമ്മളത് റിപ്പീറ്റായി ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് ഡ്രാഗൺ ബോൾ റിയൽ സ്റ്റോറി എക്സ്പ്ലനേഷൻ പ്ലീസ്. ഡ്രാഗൺ ബോൾ എടാ നിങ്ങളുടെ ആനിമി കാണ്, നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഷോർട്ടായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം, എന്താണ് ഡ്രാഗൺ ബോളിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ എന്താണ് ഡ്രാഗൺ ബോൾ സീരീസ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ ബ്രോ, ബെസ്റ്റ് ക്രഞ്ചി റോള്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ആനിമി എല്ലാ ആനിമിയും നല്ല അടിപൊളിയായിട്ട് കാണണമെങ്കിൽ ക്രഞ്ചി റോള് കയറ്റുക, പൈസ കൊടുക്കണം, സബ്സ്ക്രിപ്ഷൻ എടുക്കുക, കാണുക. ബാക്കിയുള്ളതൊക്കെ ഒരു ടെമ്പററി പോലെയാണ്. ഇപ്പം ടെലിഗ്രാം ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചാനൽ പോകാം. പിന്നെ പല വെബ്സൈറ്റും ഇപ്പോൾ ആനിമി വെബ്സൈറ്റ് ആണെങ്കിൽ അടുത്ത ദിവസം അത് മറ്റേതാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു വെബ്സൈറ്റും കാര്യങ്ങളൊന്നും സജസ്റ്റ് ചെയ്യാത്തത്. മിറ്റ്സുക്കി ഇമോർട്ടൽ ആണോ? നെക്സ്റ്റ് കമൻറ്റ്. മിറ്റ്സുക്കി ആ നമ്മുടെ ഒറോച്ചിമാറുവിൻ്റെ മകനല്ലേ? പുള്ളിക്കാരൻ ഇമോർട്ടൽ അല്ലല്ലോ. ഇമോർട്ടൽ അല്ല. യൊറോച്ചിക്ക് നെക്സ്റ്റ് കമൻറ്റ്. യൊറോച്ചിക്ക് ഡീമൺ കിങ് ടാൻജിറോയെ തോൽപ്പിക്കാൻ ആകോ പ്ലീസ്? യൊറോച്ചിക്ക് അതൊരു ചോദ്യമാണ്. ഡീമൺ കിങ് ടാൻജിറോയെ തോൽപ്പിക്കാൻ കഴിയണം. യൊറോച്ചി എന്ന് പറയുമ്പോൾ അത്രയും പവർഫുൾ അല്ലേ. എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഡീമൺ കിങ് ടാൻജിറോക്ക് സൺലൈറ്റിൽ പോകാൻ കഴിയും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ യൊറോച്ചിയുടെ സൺ ബ്രീത്തിങ് എഫക്റ്റ് ആകുമോ? ആകും എന്നാണ് വിചാരിക്കുന്നത്, ആകും. നെക്സ്റ്റ് കമൻറ്റ്. ബ്രോ വൺ പീസ് ഫുൾ മലയാളം എവിടെ നിന്ന് കിട്ടും പ്ലീസ് പറയുമോ? പേര് പറഞ്ഞ്. ഓക്കെ എടാ, ഈ വൺ പീസ് മലയാളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൺ പീസിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഭാഗവും പിന്നെ വാനോ ആർക്കും മാത്രമാണ് മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊന്നും ഡബ് ചെയ്തിട്ടില്ല. നിലവിൽ എനിക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അറിയുന്ന കാര്യം ഞാൻ പറയുന്നത്. ഇനി ഡബ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇത് മാത്രമേ ഡബ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഏതാ പറയുക, നറൂട്ടോ മൊത്തത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വൺ പീസ് ഡബ് ചെയ്തിട്ടില്ല. യുവർ മോസ്റ്റ് ഹേറ്റഡ് ക്യാരക്ടർ ഇൻ ആൾ ആനിമെ അങ്ങനെ ചോദിച്ചാൽ ഡാൻസോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഡാൻസോ ആണ്. നമ്മുടെ നറൂട്ടോയിലെ പുള്ളിക്കാരൻ കുറച്ച് അലമ്പല്ലേ, എനിക്ക് ഭയങ്കര ഇങ്ങനെ വെറുത്ത് പോയിനെ കണ്ടിട്ട്. ബാക്കിയുള്ളവരൊക്കെ ചിലതൊക്കെ ആയിരിക്കുമ്പോൾ ഒരു ഫണ്ണ് എന്നുള്ള രീതിയിൽ എടുക്കാം, പക്ഷേ ഡാൻസോ ഭയങ്കര ഒരു ഹേറ്റ്, ഒരു എല്ലാം വില്ലേജിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്താലും എല്ലാം മണ്ടത്തരായി പോയിന്. പിന്നെ നറൂട്ടോ ആനിമെ ക്യൂട്ടസ്റ്റ് സ്മാർട്ടസ്റ്റ് ക്യാരക്ടർ എവർ. സ്മാർട്ടസ്റ്റ് ക്യാരക്ടർ നമ്മുടെ ഷിക്കമാരു, പുള്ളിക്കാരൻ. ക്യൂട്ടസ്റ്റ് ആരാ? അങ്ങനെ രണ്ടും കൂടി ഒരു ക്യാരക്ടർ ഉണ്ടോ? എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒന്നും. നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റ്.
ബ്രോ റീപ്പർ ഡെത്ത് സീൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ? പിന്നെ ഇച്ചിഗോ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അതെന്തായാലും നമ്മൾ ചെയ്യും. റീപ്പർ ഡെത്ത് സീല് അത് നമ്മൾ ഷോർട്ട് വീഡിയോസിലൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് നമുക്കൊരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ നമുക്കൊരു അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം റീപ്പർ ഡെത്ത് സീല്. പിന്നെ ഇച്ചിഗോ ബ്ലീച്ച് ആനിമയുടെ കുറേ കണ്ടൻറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ആകെ നമ്മൾ 2 വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഇനി ചെയ്യാനുണ്ട്. കുറച്ച് ഇതായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യും. ഓക്കെ ബ്രോ, വൺ പീസിലെ എൽബ ആർക്ക് എങ്ങനെ കിട്ടും? അതായത് ഇപ്പം അത് ആനിമേഷനായി വരാൻ തുടങ്ങി. അപ്പോൾ ക്രഞ്ചി റോൾ ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ മാങ്ക നമുക്ക് കിട്ടുമടാ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കുറേ വെബ്സൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്, കിട്ടും. നറൂട്ടോ സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് റിലീസാകും? അതെനിക്ക് അറിയില്ലടാ. അത് ഞാനും സത്യം പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ആണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു 4 എപ്പിസോഡ് വരും എന്നല്ലാതെ ഇത് എന്തിനെക്കുറിച്ചാണ്, ആരെ ബേസ് ചെയ്തിട്ടാണ് എന്നൊന്നും ഒരു റൂമേഴ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് റൂമേഴ്സ് പറയുന്നത് മിനാട്ടോയുടെ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സത്യാവസ്ഥ അറിയില്ല. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് കമൻറ്റ്, ബ്രോ ഹോം ടൂർ വീഡിയോ ചെയ്യുമോ? ഇവിടെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ മാത്രമായിട്ടൊന്നും സത്യം പറഞ്ഞാലില്ല. ഈ ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പ് ഇത് തന്നെ സത്യം പറഞ്ഞ ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ചെറിയൊരു ഗിവ് അവേ ചെയ്യാൻ പ്ലാനുണ്ട്. അത് സംഭവം സെറ്റായില്ല, നമ്മളൊക്കെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. നോക്കാം, നല്ലൊരു ആക്ഷൻ ഫിഗേഴ്സും കുറച്ച് ആക്ഷൻ ഫിഗേഴ്സും അത് നല്ല ഇത് തന്നെ നിങ്ങൾക്ക് തരാവുന്ന രീതിയിലാണ് വിചാരിക്കുന്നത്. നോക്കാം, നമുക്കത് സെറ്റായിട്ടുണ്ടെങ്കിൽ ഈ മാസം ലാസ്റ്റ് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. കാരണം ഞാനിപ്പം ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഈ ഗിവ് അവേയോട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീഡിയോ എത്തണമെന്നില്ല, നിങ്ങൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇത് നമ്മളൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നതല്ല, ഡയറക്റ്റ് നിങ്ങൾ കുറച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഓക്കെ, ഇടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പണിയുള്ള സംഭവമാണ്. കാരണം നമ്മൾ നോർമലായിട്ട് സീരീസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫേസ് കാണിക്കാത്തത് കൊണ്ട് നമുക്ക് സിമ്പിളായി അങ്ങ് പറഞ്ഞു പോകാം. പക്ഷേ ഇതങ്ങനെയല്ല, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഒക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. വിഷു ഒക്കെ അടിച്ച് പൊളിക്ക്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.